ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് 2 മാസം മുമ്പത്തെ വീഡിയോ ആണ്. നസീഹ് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ പെണ്ണുകാണലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇതെന്തായാലും സക്സസ്ഫുൾ ആവും എന്നുള്ളത്. കാരണം ഞാനും ഉപ്പയൊക്കെ നേരത്തെ പോയി കണ്ട് അവളോട് സംസാരിച്ച് ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നസീഹും കൂടി ഓക്കെ ആണെങ്കിൽ നമ്മളിത് ഉറപ്പിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഞാനും എൻ്റെ 2 അനിയത്തിമാരും പിന്നെ ലിയാനയാണ് ഉണ്ടായിരുന്നത്. ലിയാന ചെറുപ്പം തൊട്ടേയുള്ള നസീഹിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ പിന്നെ അവളെയും കൂടെ അവൻ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെയാണ് കാണാൻ പോകുന്നത്. കോഴിക്കോടുള്ള ഗോകുലം മോളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നാത്തൂനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അവരുടെ മുഖത്തെല്ലാം ഇപ്പൊ കാണാവുന്നത്. ഞാൻ മാത്രമേ ഈ കൂട്ടത്തിൽ ആദ്യം തന്നെ അവളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് അവൾ അവിടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ കൃത്യനിഷ്ഠത കൂടുതലായ കാരണം എപ്പോഴും എവിടേക്കും ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. അങ്ങനെ ഫുഡ് കോർട്ടിൽ വെച്ചിട്ട് അവർ ആദ്യമായിട്ടും കണ്ടുമുട്ടാൻ പോവാണ്. നസീന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ പരസ്പരം അവർ കണ്ടു. ഞങ്ങൾ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് എന്തോ പറഞ്ഞുറപ്പിച്ചിട്ട് വന്ന പോലൊക്കെ. എന്റെ നാത്തൂനാവാൻ പോണോണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല. ഇവളെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവള് എല്ലാം നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരുടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരാളെ ഫസ്റ്റ് കണ്ടുമുട്ടിയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് അടിക്കില്ലേ, അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോയ എല്ലാവരും തന്നെ പെട്ടെന്ന് അവളടുത്ത് കമ്പനിയായി. ഈ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ ഒരു പോസിറ്റീവ് എന്താ പറയാ, ഒരു പോസിറ്റീവ് വൈബ്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ അത് നമ്മളായിട്ട് മുടക്കണ്ടല്ലോ. അപ്പോൾ അവരെ തനിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടോ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചു. പിന്നീട് നമ്മൾ അവളടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ നസീന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് അവളെ ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്.